ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ പരിപാടി ഉണ്ടായിരുന്നു. രാവിലെ ആയിട്ട പരിപാടി. അതുകൊണ്ട് തന്നെ മോൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വരാൻ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്നും നേരെ വൈകി പോകുന്ന ആൾക്കാരല്ലേ, ഇന്ന് നേരത്തെ പോകാൻ വെച്ചിട്ട് രാവിലെ നേരത്തെ നീച്ചിട്ട് പണികളൊക്കെ ഒരുക്കി കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോണ്ട് 7:11 അപ്പോൾ ഇപ്പം തന്നെ വൈകിക്കോളും. ഇനി മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല വൈകും വിചാരിച്ചിട്ട് ഞാൻ വേഗം ഡ്രസ്സ് എടുത്തു. പിന്നെ സൺസ്ക്രീം എടുത്ത് വെച്ചിട്ട് വേഗം ഇറങ്ങിയിട്ടോ. ഇറങ്ങാൻ ടൈമിൽ മാലയൂടെ ഇടാനുള്ള സമയമല്ല, അങ്ങനെ കയറി വണ്ടി കയറിയതാട്ടോ. പിന്നെ വണ്ടി കയറി മാല നോക്കി നോക്കുമ്പോട്ട് മാല അങ്ങനെയും കട്ടായിക്കണു. ഇനിയിപ്പോൾ അത് അടുത്തത് അയക്കല പണി. ഇനി അത് അയച്ചെടുക്കാൻ തന്നെ നല്ല പണിയാണ്. പിന്നെ അവിടെ എത്ര വരെ ഉണ്ടാവും ഈ അയച്ചെടുക്കൽ. അതെങ്ങനെയൊക്കെയോ ഞാനിരുന്ന് അയച്ച് ലാസ്റ്റ് അത് കഴുത്തിലിട്ട് പുറത്ത് നോക്കി നോക്കുമ്പോൾ ഉണ്ട് ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിക്കണു. പിന്നെ മമ്മാൻ്റെ കയറിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ മമ്മാനെ എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു കട ഉണ്ടോ, ഈ ലഡുവും ജിലേബി മൈസൂർ പാക്കൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കണ്ട് നമ്മൾ വാങ്ങാതിരിക്കാൻ പറ്റുമോ. അങ്ങനെ വെറും വയറ്റിൽ ഒരു ലഡുവും മൈസൂർ പാക്കും തിന്ന സമാധാനത്തിൽ ഞാൻ യാത്ര തുടർന്നു. പോണ വഴിക്കാട്ടോ തിന്നത്. പിന്നെ അവിടെ എത്തി പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് പോന്നു കേട്ടോ. പിന്നെ കുടിയിൽ വന്ന് നോക്കുമ്പോൾ നൈറ്റിക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ടേ, ചോറ് വെക്കാറിട്ട് ഉമ്മ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പാസ്ത ഉണ്ടാക്കാം. പാസ്തേൻ്റെ വേറൊരു രൂപ കേട്ടോ, അത് മാക്രോണി എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ചിക്കനൊക്കെ ചെറുതായി എരിഞ്ഞ് അത് പൊരിച്ചെടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ ക്യാരറ്റും ഉള്ളിയൊക്കെ വഴറ്റി നമ്മൾ മക്രോണി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കുരുമുളക് ഇട്ടിട്ട് ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറായിട്ട് വരുന്നതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സംഭവം എല്ലാവർക്കും നല്ല പറ്റിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ വരാം. ബായ്.